ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് R4 റാബിറ്റിന്റെ പ്രാം ആണ്. പലരും ഈ സ്ട്രോളർ എന്ന് പറയാറുണ്ട്. ആക്ച്വലി ന്യൂബോൺ ബേബീസിനെ കിടത്തിക്കൊണ്ട് പോകാൻ കൂടി പറ്റുന്നതാണ് ആക്ച്വലി പ്രാം. അതേസമയം ബേബീസിനെ ഇരുത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നതാണ്, ഇരുത്തിക്കൊണ്ട് മാത്രം പോകാൻ കഴിയുന്നതാണ് സ്ട്രോളർ. ഒരു പ്രാം നമുക്ക് സ്ട്രോളറായി ഉപയോഗിക്കാൻ കഴിയും, പക്ഷേ ഒരു സ്ട്രോളർ ഒരിക്കലും നമ്മൾ പ്രാം ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വളരെ റിലയബിൾ ആയ ഒരു ബ്രാൻഡാണ്. ഈ വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനകത്തുള്ളത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ് ഈ R4 റാബിറ്റിന്റെ എല്ലാ പ്രോഡക്ട്സുകളും ഉള്ളത്. അത് വളരെ നമുക്കിതാ അതിന്റെ ബാഡ്ജിങ് തന്നെ വളരെ അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ബാഡ്ജിങ് കൂടെ അതിനകത്തുണ്ട്. നമ്മൾ ഇതിനകത്ത് ഈ രണ്ട് ബട്ടൺസ് സൈമൾട്ടേനിയസ്ലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിതിങ്ങനെ മടക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് മടക്കിയെടുക്കാൻ. ആ പൊങ്ങിയിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ താത്തു വയ്ക്കാം. അതിനകത്ത് തന്നെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പിടിച്ച് നേരെ വലിച്ചുകൊണ്ട് നേരെ എയർപോർട്ടിലോ എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ നമുക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിനൊക്കെ നമ്മൾ റിലീസ് ചെയ്യാനാണെങ്കിലും അതൊന്ന് റിലീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് സിമ്പിൾ പിടിച്ച് നൂത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ലോക്കായിട്ട് അവിടെ നല്ല വൃത്തിയായിട്ട് ലോക്കായിട്ടിരുന്നു. പിന്നെ ഇതിനകത്ത് ഫ്രണ്ടിൽ നമുക്ക് കാണാം ഒരു ഗാർഡുണ്ട്. ആക്ച്വലി കുട്ടികൾക്ക് അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ്. അത് നമുക്കത് ലോക്ക് ചെയ്യാം. അത് അവിടെ ഒരു ചെറിയൊരു ബട്ടൺ സംവിധാനമുണ്ട്. അത് വെച്ച് നമ്മളത് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ലോക്കായിട്ട് ഇരുന്നോളൂ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് നമ്മുടെ ഒരു ഷീൽഡാണ്. കുട്ടികൾക്ക് ലൈറ്റോ മറ്റുള്ള വെയിലോ പുറത്താണ് വെയിലോ രാത്രി ഏതെങ്കിലും ലൈറ്റോ അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതാണെങ്കിൽ ഈ ബെൽറ്റും നമുക്കതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതാണെങ്കിൽ ഈ പാഡ് നമുക്ക് ഇളക്കി വേണമെന്നുണ്ടെങ്കിൽ കഴുകാം. പിന്നെ ഉള്ളതാണ് ഈ ഫുഡ് റെസ്റ്റ് വരുന്നത്. ഈ ഫുഡ് റെസ്റ്റ് വരുന്നത് കുറച്ചുകൂടെ നല്ല നീളമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് റെസ്റ്റ് നല്ലപോലെ താത്തു വെച്ച് കഴിഞ്ഞാൽ കാല് നല്ലപോലെ താഴോട്ട് കിടക്കും. അതേസമയം കുറച്ചുകൂടെ ചെറിയ ബേബീസ് ഒക്കെയാണ് ഒരു കിടക്കുന്ന പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ നൂത്ത് വയ്ക്കാൻ പറ്റും. ഇത് കിടക്കുന്നത് പോർഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു. അതിനൊക്കെ ഫ്രണ്ട് വീൽ, അത് 360 ആംഗിളിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു വീലാണ് ഈ ഫ്രണ്ട് വീൽ. അതിന് ഒരു ചെറിയ നോബ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആ നോബ് നമ്മൾ ഒന്ന് ഒരു ചെറിയൊരു പിന്നാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇത് അതിൻ്റെ ഇതിനൊരു റോക്കർ ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. ആ റോക്കർ ഓപ്ഷനിൽ നമ്മൾ ഊരേണ്ടി വരും. അതുകണക്ക് തന്നെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിനകത്തൊരു ചെറിയ പിന്നുണ്ട്. അത് നമ്മളൊന്ന് ഒരു നോബ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻസ് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് അത് ലോക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ആ 360 നമ്മൾ ലോക്ക് ചെയ്യും. അതിനകത്ത് ബാക്കിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുക, ഇതൊരു ലോക്കിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ എവിടെയെങ്കിലും കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കാലുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടി ആ ബാക്കിലെ വീൽ രണ്ടും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇപ്പം മൂവ് ചെയ്യുന്നില്ല, അത് സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം ഇത് നമുക്ക് അതേ കണക്ക് തന്നെ അത് ജസ്റ്റ് അതിനകത്ത് 2 പിന്നുകൾ വരുന്നുണ്ട് ഇടയ്ക്ക്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കി കഴിഞ്ഞാൽ അത് തിരിച്ച് ആ റോക്കർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, റോക്കർ പോർഷനിലേക്ക് അത് തിരിഞ്ഞു വരും. അതേസമയം ആ റോക്കർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇത് പ്രാം വിത്ത് റോക്കർ ഫെസിലിറ്റിയാണേ. പ്രാം കം റോക്കറാണ്. ഇതിൽ നമുക്ക് ഈ 2 വീൽസ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നേരെ എവിടെ ഇങ്ങനെ കാണിക്കാം നമുക്ക്. ഇതിപ്പം റോക്കർ പോർഷനായി. കുട്ടികളെ എവിടെയെങ്കിലും അടുക്കളയിലോ എവിടെയെങ്കിലും നമ്മൾ ഇരുത്തി അവർക്കൊരു എൻഗേജ് ചെയ്ത് അവിടെ ഇരുത്തണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ആട്ടിയിട്ട് വിട്ടിട്ട് പോകാം. അപ്പോൾ ഒരു റോക്കിംഗ് ഓപ്ഷൻ അതിനകത്ത് നമുക്ക് കിട്ടും. തിരിച്ച് നമുക്ക് ഇതിനൊക്കെ തന്നെ ഈ 2 ഇതും നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി, അതിനകത്ത് വീഴും. ആ ഹോളിലേക്ക്, ആ ലോക്കിലേക്ക് അത് വന്ന് വീണോളും. തിരിച്ച് ബാക്കിലും അതേ കണക്ക് തന്നെ നമ്മുടെ ഈ 2 നോബ് നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ സ്ട്രോളർ പൊസിഷനിലേക്ക് തിരിച്ചായി. വളരെ റിലയബിളായിട്ടുള്ള ഫിക്സേഴ്സുകളാണ് കേട്ടോ. ചുമ്മാ തട്ടിയാൽ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് കാര്യങ്ങളോ ഒന്നുമല്ല. വളരെ സ്ട്രോങ് ഫിക്സേഴ്സുകളാണ്. അത് ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മളിത് എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ കിടത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നോക്കാം. അതിൻ്റെ ബാക്കിൽ ആ ഒരു ചെറിയൊരു നോബ് അതിനകത്തുണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താത്ത് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ, താത്ത് വലിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് പൊസിഷനിലേക്ക് വരും. അപ്പം ന്യൂബോൺ ബേബീസിലൊക്കെ ആണെങ്കിൽ നമുക്കതിനെ ഫ്ലാറ്റായിട്ട് കിടത്തി ഉറക്കി കൊണ്ടുപോകാം. നമുക്ക് ഒരു മാൾസിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ എപ്പോഴും കൊണ്ടുനടക്കാൻ നമുക്ക് പറ്റില്ല, കയ്യിലെടുക്കാൻ പറ്റില്ല. അപ്പം അത് മാത്രമല്ല അവർ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ അതിൽ വളരെ നല്ല ഒരു തൊട്ടിൽ കിടക്കുന്നതിനേക്കാളും കംഫർട്ടബിളായിട്ട് അതിനടുത്ത് കിടക്കണമെന്നുള്ളൂ. അതുപോലെ തന്നെ R4 റാബിറ്റിൻ്റെ തന്നെ വേറൊരു സ്ട്രോളറാണിത്. ഇതിനകത്ത് റോക്കിംഗ് ഓപ്ഷൻ ഇല്ല.
ചെറിയൊരു വില വ്യത്യാസം, ഇച്ചിരി വില കുറവായിരിക്കും ഇതിന് ബാക്കി എല്ലാ ഫങ്ഷൻസ് ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിൻ്റെ 360 ആംഗിൾ കറങ്ങുന്നത്, പിന്നെ അതിൻ്റെ അത് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ചതിനൊക്കെ തന്നെ ആ ഒരു 2 പോർഷനും കൂടെ നമ്മളിതൊന്ന് ആ ബാക്കിൽ 2 പോർഷൻസ് നമ്മളൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് ഒരുമിച്ച് സൈമൾട്ടേനിയസ് ഒരേ സമയം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് തനിയെ അതങ്ങ് താഴെയാണ്. അതെന്താണ് അവിടെ ലോക്കായി. ഇത് ആ പൊസിഷനിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞു. ഇത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ നമ്മളൊന്ന് അത് നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ സൂട്ട് കേസൊക്കെ യൂസ് ചെയ്യുന്നത് അതിനൊക്കെ ഹാൻഡിലാണ് അത് പ്രസ് മുകളിലേക്ക് വരും. ഇത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കുട്ടികളെ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്നു, അപ്പോൾ അവിടെ നമുക്ക് കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ സ്ട്രോളർ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വലിച്ചുകൊണ്ട് പോയാൽ മതി. ഇതിനകത്ത് പിന്നെയും ഇതേ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഒന്ന് പ്രസ് ചെയ്താണ്ട താന്ന് ഇത് അല്ല ഒന്നുകൂടെ കാണിക്കുക. അത് വലിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. വളരെ ലൈറ്റ് വെയിറ്റും കൂടാണ് ഇത്, മറ്റേ ഒരുപാട് ഹെവി ഒന്നുമല്ല. ഇതിൻ്റെ അടിയിൽ അത് ആദ്യം കാണിച്ചിരുന്നു. ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഒരു സ്റ്റോറേജ് ഏരിയ കൂടെ ഉണ്ട് 2 എണ്ണത്തിനും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ, കുട്ടികൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിൽ ഇട്ടുകൊണ്ട് വേണമെങ്കിൽ പോകാം. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബേബി ഹഗിൻ്റെതും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഫസ്റ്റ് ക്രൈ കൊട്ടിയത്തുള്ള fastcry.com ഇതെല്ലാം അവൈലബിൾ ആണ്. ഇത് ബേബി ഹഗിൻ്റെയാണ്. ഇത് ആൾമോസ്റ്റ് സെയിം, ഓപ്പറേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ ബ്രാൻഡ് വേറെയാണ്. ഇത് സ്ട്രോളറാണത്. ഇതൊക്കെ പ്രാം സ്റ്റോളർ ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ. പ്രാം സ്റ്റോളർ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഈ എല്ലാവർക്കും ഒരു ചെറിയ ഐഡിയെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇതിൻ്റെയൊക്കെ MRP റേറ്റിൽ നിന്ന് വളരെ വില കുറച്ച് കൊട്ടിയം ഫസ്റ്റ്ക്രൈയിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. എല്ലാവരും ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്ത് നോക്കുക. നല്ല റിലയബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. താങ്ക് യു all.